നെയ്യാറ്റിൻകരയിലെ ഇഹാൻ്റെ മരണം പിതാവിൻ്റെ ക്രൂര കൊലപാതകമായിരുന്നു എന്ന് നമ്മൾ 2 ദിവസത്തിന് മുമ്പേ അറിഞ്ഞു. തുടർ ചോദ്യം ചെയ്യലുകളിൽ ചില കാര്യങ്ങൾ കുട്ടിയുടെ പിതാവായ ഷിജിൽ വെളിപ്പെടുത്തുകയും ചെയ്തു. ആ വെളിപ്പെടുത്തലുകൾ പൂർണ്ണമാണോ? അമ്മയുടെ മൊഴിയിലെ സത്യങ്ങൾ എന്തൊക്കെ? ഇവ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയാണ് മറ്റൊരു വീഡിയോ കൂടി ചെയ്യാൻ നമ്മൾ ഇവിടെ, അതായത് ഇഹാൻ അന്ത്യവിശ്രമം കൊള്ളുന്ന മണ്ണിലേക്ക് വന്നത്. അവിടെ നമ്മളോട് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുകയാണ് ഇഹാൻ്റെ ഇളയച്ചൻ. നമ്മുടെ ഈ ഒരു സങ്കടകരമായ ഒരു സാഹചര്യത്തിലൊരു കുടുംബം നിൽക്കുമ്പോൾ നമുക്കവരോട് എന്തെങ്കിലും ചോദിച്ച് അവരെ മാനസികമായിട്ട് തകർത്തുകൊണ്ട് ഒരു വാർത്ത ചെയ്യാൻ കഴിയില്ല. പക്ഷെ നമ്മളിവിടെ വന്നതിന് ഒരു കാര്യമുണ്ട്. നമ്മൾ ആൾറെഡി അവിടെ പോയി ഈ കുട്ടിയുടെ അച്ഛൻ്റെ വീട്ടിൽ പോയി ആ അച്ഛൻ്റെ അച്ഛനെ നമ്മൾ കണ്ടിരുന്നു, സംസാരിച്ചിരുന്നു. അന്ന് ഇദ്ദേഹം കുറ്റം സമ്മതിച്ചിട്ടില്ല. അന്ന് ചോദ്യം ചോദിച്ച് വെറുതെ വിട്ടു. അപ്പോൾ നമ്മളോട് സംസാരിക്കാൻ തയ്യാറാവാതെ നമ്മളോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോന് സുഖമില്ല, അങ്ങനെ അവൻ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു. പക്ഷെ ആളവിടെ ഉണ്ടായിരുന്നു, ഞാൻ കണ്ടു. അവിടെ ചെന്നപ്പോൾ ആളിനെ കണ്ടു. ഇന്ന് നമ്മൾ ഇഹാൻ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ആ ജീവൻ്റെ തുടുപ്പ് പോലും മാറിയിട്ടുണ്ടാവില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ആ കുഞ്ഞിൻ്റെ പ്രതീക്ഷ, അതിൻ്റെ ജീവിതത്തിൽ വെറും 1.5 വർഷക്കാലം മാത്രമാണ് ഈ ഭൂമിയെ കുഞ്ഞ് കണ്ടത്. എന്തിൻ്റെ പേരിലാണെങ്കിലും ഈ കൊടും ക്രൂരത അവൻ ചെയ്യാൻ പാടില്ലായിരുന്നു. അവനെന്ന് പറയാൻ പാടില്ല, ആ നായ, ആ നരാധമൻ ചെയ്യാൻ പാടില്ലായിരുന്നു. ഞാനിവിടെ വരുമ്പോൾ ആ വീട്ടിൽ ആർക്കും എന്നോടൊന്നും പറയാനുള്ള മനസ്സില്ല. കാരണം പല പല ചാനലുകാർ വന്നുകൊണ്ടിരിക്കുകയാണ്, അവരോട് ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് നഷ്ടപ്പെട്ടതാണ്. അപ്പോൾ അവരെന്ത് പറയാനാണ്? എങ്കിലും ഈ ഇഹാൻ്റെ അമ്മയുടെ 2 സഹോദരിമാരുണ്ട്. അതിൽ ഇഹാൻ്റെ അമ്മയുടെ അടുത്ത സഹോദരിയുടെ ഭർത്താവ് നമ്മളോട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്കത് കേൾക്കാം. ഈ കുഞ്ഞിൻ്റെ ജീവൻ എടുക്കത്തക്കവണ്ണമുള്ള ഇവൻ്റെ മാനസികമായ ആ ഒരു പക എന്തായിരുന്നു ഈ കുടുംബത്തോട് അല്ലെങ്കിൽ ഭാര്യയോട്? തുടക്കം മുതലേ പറയുകയാണ്, ഇവിടെ കല്യാണം കഴിപ്പിച്ച് വിട്ടാന്നപോലെ, അതായത് പെണ്ണ് കാണാൻ വന്ന ആ സമയത്ത് ഒരു കുഴപ്പമില്ലായിരുന്നു. പെണ്ണ് കാണാൻ വന്ന സമയത്ത് അത് കല്യാണം കഴിപ്പിച്ച് വിട്ട് 1 ആഴ്ച കഴിഞ്ഞിട്ട് ഒരു പ്രശ്നമില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് സ്ത്രീധനത്തിൻ്റെ പേരിൽ പീഡനമായി. ആദ്യം 20 ലക്ഷം രൂപ ചോദിച്ചു. 20 ലക്ഷം രൂപ ചോദിച്ചപ്പോൾ കൊടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. കാരണം വെച്ചാൽ നമ്മൾ സാമ്പത്തിക സ്ഥിതി മോശമാണ്, കൊടുക്കാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇവളുടെ പേരിൽ ഒരു 10 സെൻറ്റ് സ്ഥലം ഇവിടെ തന്നെയുണ്ട്, അത് വിറ്റ് കൊടുക്കാൻ പറഞ്ഞു. അത് നമ്മൾ സമ്മതിച്ചില്ല. പിന്നെ ഇത് ബാങ്കിൽ പണയപ്പെടുത്തി ലോൺ എടുക്കാൻ പറഞ്ഞു, അതും നമ്മൾ സമ്മതിച്ചില്ല. അവസാനം അവൻ്റെ ഈ പറഞ്ഞ ഷിജിൽ എന്ന് പറഞ്ഞ ആളുടെ വീട് വിറ്റിട്ട് അവർ വാടക വീട്ടിലോട്ട് താമസം മാറുകയും ചെയ്തു. ഈ വാടക വീട്ടിൽ വെച്ചിട്ടാണ് ഇങ്ങനെ കുഞ്ഞ് മരിക്കുന്നത്. ഇപ്പോൾ ഒരു സെക്കൻഡ്, അപ്പോൾ കാഞ്ഞിരംകുളത്ത് ചീരാണിയോ അങ്ങനെ എന്തോ ഒരു സ്ഥലം, ചാണി ആ സ്ഥലത്തുള്ള വസ്തു വിറ്റിട്ടാണ് ഇവരിപ്പോൾ കാവുവിള വാടകയ്ക്ക് വന്നത് അല്ലേ? അപ്പോൾ അതുവരെ നിലനിന്ന ഇവർ തമ്മിലുള്ളൊരു പ്രശ്നം സ്ത്രീധനത്തെ ചൊല്ലിയുള്ളതായിരുന്നു, അതൃപ്തിയായിരുന്നു. അപ്പം ഈ കുട്ടി നിങ്ങൾ അറേഞ്ച്ഡ് ആയിട്ട് മാരേജ് കൊടുത്തതാണോ? അതെ, ശരി. വിവാഹാലോചനകൾ നടന്നു വന്നത്. അപ്പോൾ ഈ 3 കുട്ടികൾ നല്ല വിദ്യാഭ്യാസം ഉള്ളവരാണോ? അവള് മാത്രമേ വിദ്യാഭ്യാസം ഉള്ളൂ. നല്ല വിദ്യാഭ്യാസം, MA അല്ലേ? അവൾക്ക് മാത്രമേ വിദ്യാഭ്യാസം ഉള്ളൂ. എൻ്റെ ഭാര്യയായാലും, അതായത് രണ്ടാമത്തെ ഭാര്യ, അവളെ രണ്ടാമത്തെ അനിയത്തിയായാലും അത്ര വിദ്യാഭ്യാസം ഇല്ല, വിദ്യാഭ്യാസ യോഗ്യതയില്ല. പിന്നെ ഞാനും കൂലിപ്പണിക്കാരനാണ്, ഞാൻ കൂലിപ്പണി ഡ്രൈവറാണ്. അവളുടെ രണ്ടാമത്തെ അനിയത്തി, അവരുടെ ഭർത്താവും ഒരു കൂലിപ്പണിക്കാരനാണ്. പക്ഷേ ഇവനും കൂലിപ്പണിക്കാരനാണ്. ഞാൻ ചോദിച്ചോട്ടെ, അപ്പോൾ ഇവൻ ഇവിടെ വന്ന് കണ്ടപ്പോൾ കൊടുക്കാവുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടാണല്ലോ എല്ലാം ചെയ്തത്? എല്ലാം പറഞ്ഞായിരുന്നു. ഇവിടെ നിന്ന് പെണ്ണ് കാണാൻ പറഞ്ഞ സമയത്ത് എല്ലാം പറഞ്ഞ് ഉറപ്പിച്ചതായിരുന്നു. 1.5 ലക്ഷം രൂപ
ക്യാഷായിട്ട് കൊടുത്തായിരുന്നു. പിന്നെ 8 സെൻറ്റ് സ്ഥലം, 10 സെൻറ്റ് സ്ഥലം, അതായത് 7.5 സെൻറ്റ് സ്ഥലം അവളുടെ പേരിലും ബാക്കി 3.5 സെൻറ്റ് സ്ഥലം അവളുടെ അമ്മയുടെ കാലശേഷം എഴുതി വെച്ചതാണ്, അവളുടെ പേരിൽ എഴുതി വെച്ചതാണ്. അതും അവൾക്കുള്ളതാണ്. പിന്നെ ഒരു ബൈക്കും എടുത്തു കൊടുത്തതാണ്. ബൈക്കിൻ്റെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് നമ്മളാണ് അടച്ചത്. ബാക്കി EMI അവ അടയ്ക്കാമെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ 10-60,000 രൂപ വില വരുന്ന അലമാര, അങ്ങനെ എല്ലാ ഗൃഹോപകരണങ്ങളും വാങ്ങിച്ചു കൊടുത്തതാണ്. അങ്ങനെ നല്ല രീതിയിൽ കെട്ടിച്ചു വിട്ടതാണ്. എവിടെ വെച്ചായിരുന്നു കല്യാണമൊക്കെ? മേപ്പുകട CSI ചർച്ചിൽ വെച്ചായിരുന്നു കല്യാണം. വലിയ കല്യാണം? നല്ലതുപോലെ കെട്ടിച്ചു. നാട്ടുകാരും ബന്ധുക്കളൊക്കെ അറിയിച്ചത് തന്നെയാണ്? നല്ലപോലെ നാട്ടുകാരെയും ബന്ധുക്കളെ അറിയിച്ചിട്ടാണ് കെട്ടിച്ചു വിട്ടത്. അപ്പോൾ ഇയാൾ മദ്യപാനിയോ മറ്റ് ലഹരിയോ? മദ്യപാനിയോ സിഗരറ്റ് വലിയോ ഒന്നും ഇല്ലാത്ത ആളാണ്. വേറെ ലഹരികളും ഇല്ല? ഒരു ലഹരിയില്ല. പക്ഷേ തുടക്കം ഇവളെ കല്യാണം കഴിച്ചിട്ട് പോയിട്ട് ഒരു ഇവളെ പ്രഗ്നൻ്റ് ആയ സമയത്ത് ഇവളെ ഇവിടെ തിരിച്ചു കൊണ്ടുവന്നാക്കിയിട്ട് ഇവളെ നോക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് ദിവസമല്ല, ഇവള് പ്രഗ്നൻ്റായി. കൊച്ചിന് 1 വയസ്സ് വരെ ആവണത് വരെ കൊച്ച് ഇവിടെയാണ് നിന്നത്. അതുവരെ കൊച്ചിന് ഒരു ആരോഗ്യ പ്രശ്നമോ ഒരു പനി പോലും ഇതുവരെ വന്നിട്ടില്ല. അതായത് അവൾ പ്രഗ്നൻ്റ് ആവണ സമയത്ത് ഹോസ്പിറ്റലിൽ പോലും ഈ പിതാവെന്ന് പറഞ്ഞ ഇവൻ ഷിജിൽ എന്ന് പറഞ്ഞ അവൻ വന്നിട്ടില്ല. അതായത് പ്രഗ്നൻ്റായി കുഞ്ഞിനെ ഡെലിവറി എടുക്കുന്ന സമയത്ത് പോലും ഇവൻ ഷിജിൽ വന്നിട്ടില്ല അവിടെ. ഇന്ന് ഈ ഒരു വർഷം കഴിഞ്ഞപ്പോൾ 1 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഷിജിൽ നിർബന്ധിച്ച് വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടുപോയത്. അത് സ്വന്തം വീടല്ല, സ്വന്തം വീട് കൊടുത്തായിരുന്നു. നെയ്റ്റിങ്ങലുള്ള ഒരു വാടക വീട്ടിലാണ്, അതും ഒറ്റയ്ക്കാണ് കൊണ്ടുപോയത്. അതും അങ്ങ് ഒറ്റപ്പെട്ട ഒരു സ്ഥലമാണ്? ഒറ്റപ്പെട്ട സ്ഥലമാണ്. കാരണം എന്ന് വെച്ചാൽ പെൺകുട്ടിക്ക് അറിയാത്തൊരു സ്ഥലത്താണ് കൊണ്ടുപോയത്. നമ്മുടെ ജംഗ്ഷനിലേക്കൊക്കെ വരണമെങ്കിലേ പാട് പറഞ്ഞു, വാഹനങ്ങളില്ല. ഇല്ല, പെൺകുട്ടിക്ക് അറിയാത്തൊരു സ്ഥലത്താണ് കൊണ്ടുപോയത്. അതായത് ബന്ധുക്കളെ, അതായത് നമ്മളെ അറിയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മൊബൈൽ ഫോണിൻ്റെ ചാർജറിൻ്റെ ഡേറ്റ കേബിൾ കട്ട് ചെയ്യുകയും ഫോണിൻ്റെ ചാർജർ അഡാപ്റ്റർ, ഫോണിൻ്റെ ഡേറ്റ കേബിൾ കുത്തുന്ന അഡാപ്റ്റർ അത് കുത്തിപ്പൊട്ടിക്കുകയും എല്ലാം ചെയ്തിരുന്നു. മാനസികമായിട്ട് ദ്രോഹിക്കുകയായിരുന്നു. സ്ത്രീധന പീഡനം, മാനസിക പീഡനം എല്ലാമുണ്ട്. ഷിജിൽ മാത്രമല്ല, ഷിജിലിൻ്റെ മാതാവ്, ഷിജിലിൻ്റെ പിതാവ്, ഷിജിലിൻ്റെ സഹോദരി, എല്ലാവരും മാനസികമായിട്ടും സ്ത്രീധനത്തിൻ്റെ പേരിലും എല്ലാവരും പീഡിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സെക്കൻഡ്, ഈ കുട്ടിയെ കൂടി വകവരുത്തിയാന്ന് നോക്കിയിരുന്നോ? ഈ പെൺകുട്ടിയെ കൂടി അവർ ഏതെങ്കിലും രീതിയിൽ അങ്ങനെ എന്തെങ്കിലും പറയുന്നുണ്ടോ പെൺകുട്ടി? അത് ചോദിച്ചാൽ പെൺകുട്ടി ഇവിടെ നിന്ന് പോയപ്പോൾ നല്ല ആരോഗ്യമായിട്ടാണ് പോയത്. ഇവിടെ നിന്ന് പോയ സമയം വരെ പോയിട്ട് ഈ കുട്ടി മരിക്കണ ദിവസം കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 47 ദിവസമായിട്ടാണ് കുട്ടി മരിച്ച് വിവരം നമ്മളറിയുന്നത്. നല്ല ആരോഗ്യമായിട്ടാണ് കുട്ടിയും അമ്മയും പോയത്. കുട്ടി മരിച്ച് അമ്മയാണെങ്കിൽ അതിൻ്റെ ശരീരം പകുതിയായി. കാരണം എന്ന് വെച്ചാൽ ഊഹിക്കാമല്ലോ. അടിക്കടിക്കൊക്കെ ഉണ്ടായിരുന്നു, പറഞ്ഞു അങ്ങനെ. കാരണം നമുക്ക് ബന്ധപ്പെടാൻ പറ്റുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ അബോധാവസ്ഥ കിടക്കുകയാണോ വീട്ടിൽ? സുഖമില്ലാതെ കിടക്കുകയാണ്. ഇപ്പം നിങ്ങളുമായിട്ടൊക്കെ എങ്ങനെയായിരുന്നു? നിങ്ങളുടെ സഹോദരങ്ങളുടെ സ്ഥാനത്താണല്ലോ വരിക, ഇത് എങ്ങനെയായിരുന്നു? നമ്മളായിട്ട് കുഴപ്പമില്ലായിരുന്നു. ഫോൺ വിളിച്ചാൽ എടുക്കുമോ? നിങ്ങളൊക്കെ വിളിച്ചാൽ? ഇല്ല, നമ്മൾ വിളിച്ച ഫോൺ കോണ്ടാക്റ്റ് ഒന്നും ഇല്ലായിരുന്നു. ഇവൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളായിട്ട് വിളിക്കുന്നത്, അതായത് ഭാര്യ വീട്ടുകാർ വിളിക്കുന്നത് ഇഷ്ടമല്ല. മെയിനായിട്ട് ഭാര്യ വീട്ടുകാർ വിളിക്കുന്നത് ഇഷ്ടമല്ല ഇവന്. പിന്നെ പല പെൺകുട്ടികളായിട്ട് അഹിതം ഉണ്ടായിരുന്നു.
അത് ഇന്നലെയാണ് അറിഞ്ഞത്. ഇന്നലെ പോലീസ് ചോദ്യം ചെയ്തപ്പോഴാണ് അറിയണത്. പല പെൺകുട്ടികളായിട്ട് അവിധമുണ്ടായിരുന്നു. ചാറ്റ് ചെയ്ത അത് പോലീസ് അങ്ങനെ പിടിച്ച കാര്യം, ഇൻസ്റ്റഗ്രാമിൽ വഴി പിടിച്ച കാര്യം പറയുന്നത്. ഇവനെ സംബന്ധിച്ച് ഇവന് ഇപ്പോൾ വന്ന വാർത്തകളിൽ പ്രധാനമായിട്ട് പറയുന്നത് ഇവൻ മടിയിലിരുത്തി വയറ്റിൽ മുട്ടുകൊണ്ട് ഇടിച്ചാണ് ഈ കൊച്ചിനെ ഇങ്ങനെ ദ്രോഹിച്ചത്. ആന്തരികാവയവത്തിൽ ക്ഷതം വന്നതും രക്തസ്രാവം വന്നതും അങ്ങനെയാണ്. ഒപ്പം ഇവൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 ആഴ്ച മുമ്പെന്തോ കയ്യെ എങ്ങനെയോ ഇവൻ ഒരു ഫ്രാക്ചർ വരുത്തിയായിരുന്നു കുഞ്ഞിൻ്റെ. പക്ഷെ അത് ഈ അമ്മയും അറിഞ്ഞില്ലേ ആ ഫ്രാക്ചർ ഇങ്ങനെ കുഞ്ഞിൻ്റെ. ഓക്കെ, ഞാൻ ഇതുപോലെ കൊച്ചിൻ്റെ മരണശേഷം അതുപോലെ മോർച്ചറിയിൽ പോയായിരുന്നു. മോർച്ചറിയിൽ പോയ സമയത്ത് ഞാൻ മാത്രമാണ് പോയത്. മോർച്ചറിയിൽ ഇവിടെ ബന്ധു വീട്ടിൽ നിന്ന് ഞാൻ മാത്രമാണ് പോയത്. മോർച്ചറിയിൽ പോയ സമയത്ത് കുഞ്ഞിൻ്റെ കയ്യിൽ ഫ്രാക്ചർ കണ്ടായിരുന്നു. കണ്ടപ്പം ഞാൻ ഇതുപോലെ വിളിച്ച് അന്വേഷിച്ചായിരുന്നു. അന്വേഷിച്ച് പറഞ്ഞാൽ കുഞ്ഞ് തറയിൽ വീണതാണ്, അങ്ങനെ ഫ്രാക്ചർ ആയതെന്നാണ് ഭർത്താവിൻ്റെ വീട്ടുകാർ, അതായത് പുള്ളിയുടെ എൻ്റെ അനിയത്തിയുടെ ഭർത്താവിൻ്റെ വീട്ടുകാർ പറഞ്ഞത്. അങ്ങനെ അവിടുത്തെ ആശുപത്രിയെ കാണിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത്. ഇത് സത്യമുണ്ടെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഇവന് പിന്നെ ഒരു ചാറ്റുണ്ട്, അവിഹിതമുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിൽ അവന് ഈ കുഞ്ഞിനെ ഇതുപോലെ ദ്രോഹിച്ച് അതിനെ ജീവിക്കാൻ അനുവദിക്കാതെ ആക്കിയിട്ടല്ലാതെ അവന് പൊയ്ക്കൂടെ? ആ സ്വാതന്ത്ര്യം അവനെന്നുള്ളതല്ലേ. ഇവ എന്തിനത് ചെയ്തു? നമുക്ക് വേണ്ടപ്പെട്ട ജീവനെ അവൻ നഷ്ടപ്പെടുത്തി. അവന് അവിഹിതമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ പോലീസ് ഫോൺ ചെക്ക് ചെയ്തപ്പോൾ 2 പേരുടെ ഇൻസ്റ്റയിൽ പേര്, 2 പേരുടെ ഇൻസ്റ്റയിൽ പേര് വന്നു. ഒന്ന് നെയ്യാറ്റിൻകരയുള്ള ഒരു വിവാഹിത സ്ത്രീയുടെ പേരിലും, എനിക്ക് പേരറിയത്തില്ല, അവരുടെ പേരിലും, പിന്നെ വിവാഹം കഴിയാത്തൊരു പെൺകുട്ടി, 2 പേരുടെ ചാറ്റും വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് വികലമായ പ്രവർത്തനങ്ങളായിരുന്നു മൊത്തം. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞിനോട് അവന് പൂർണ്ണമായി സ്നേഹം നഷ്ടപ്പെടുകയാണ് ചെയ്തത്. അതാണ് ഇവിടെ സംഭവിച്ചത്. ഈ കുഞ്ഞിനെ അവന് വെറുപ്പോടെ കാണേണ്ടി വന്നു, ഒപ്പം ആ പെൺകുട്ടിയെ. കാരണം ഇവരൊക്കെ പറയുന്നതനുസരിച്ച് അതിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജീവശവമാക്കി, അടിച്ചും ഇടിച്ചും ആഹാരം കൊടുക്കാതെയും. അവിടെ നമ്മൾ പോകുമ്പോൾ മനസ്സിലാവും അവിടെ ആ 3 പേര് തങ്ങളുടെ നല്ല കണക്ഷനുണ്ട്, അച്ഛനും അമ്മയും ഇവനുമായിട്ട്. ഇവൻ ഒറ്റയ്ക്കായിരിക്കില്ല സ്വാഭാവികമായിട്ട് ഇതെല്ലാം കാട്ടിക്കൂട്ടിയിരിക്കുന്നത്. അത് പറയാൻ കാരണം അച്ഛനും അമ്മയും സഹോദരി മാത്രമല്ല, അവിടെ അവൻ്റെ ഒരു പാസ്റ്ററുണ്ട്, അവൻ പള്ളിയിൽ പോണ ഒരു പാസ്റ്ററുണ്ട്, പുള്ളിയും ഇതിൻ്റെ ഉത്തരവാദിയാണ്. അപ്പോൾ ഈ പാസ്റ്ററുടെ അവൻ്റെ ഡ്യൂട്ടി എന്താണ്? കുടുംബങ്ങളെ ഒന്നാക്കാനും അല്ല, ബന്ധങ്ങളെ നിലനിർത്താനും അല്ലേ പാസ്റ്റർ? അല്ല, നമ്മൾ അതായത് ഈ മുസ്ലിം പള്ളിയിൽ പോയി കഴിഞ്ഞാലും, ഹിന്ദു ദേവാലയത്തിൽ പോയി കഴിഞ്ഞാലും, ക്രിസ്ത്യൻ ദേവാലയത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊരു വിശ്വാസമുണ്ട്. അതെ, അതായത് ഞാൻ ഇപ്പം ക്രിസ്തീയ വിശ്വാസത്തിൽ ജീവിക്കുന്ന ആളാണ്. അപ്പം ഞാൻ ആദ്യം CSC ആയിരുന്നു. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടാണ് ഞാൻ പെന്തക്കോസ്ത് വിശ്വാസി ആവുന്നത്. എനിക്കത് പൂർണ്ണമായിട്ട് ഇതുവരെ ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. എന്നിരുന്നാലും എൻ്റെ വൈഫിൻ്റെ നിർബന്ധപ്രകാരം ഞാൻ അതങ്ങ് അക്സെപ്റ്റ് ചെയ്ത് പോവുകയാണ്. എന്നാലും എനിക്കങ്ങനെ വിദ്വേഷം വന്നിട്ടില്ല. പക്ഷേ ഈ പാസ്റ്റർ, അതായത് ഈ ഷിജിൽ എന്ന് പറഞ്ഞ അവൻ്റെ പാസ്റ്റർ ഒരു കുടുംബം തുലയ്ക്കാൻ അവൻ കാരണമായി നിങ്ങൾക്ക് എന്താ പേര് പറഞ്ഞൂടെ? അതായത് ഷിജിൽ എന്ന് പറഞ്ഞ വ്യക്തിയുടെ പാസ്റ്റർ ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിയാണ്. അയാളുടെ പേരറിയോ? ഏത് പള്ളിയുടെ പാസ്റ്ററാണ്? കാവുള്ളയാണോ? പുള്ളിയുടെ പേര് വന്നിട്ട് യൂട്യൂബിലൊക്കെ ഉണ്ട്. ഞാൻ ചോദിക്കുന്നത് കാവുള്ളയാണോ കാഞ്ഞിരംകുളത്താണോ? കാഞ്ഞിരംകുളത്താണ്. കാഞ്ഞിരംകുളത്താണ്. പേര് നിങ്ങൾക്ക് അറിയില്ല. നിങ്ങളത് മൊഴി കൊടുത്ത കൂട്ടത്തിൽ പറഞ്ഞോ? അല്ല, പേരറിയാം, മറന്നുപോയതാണ്. മൊഴി കൊടുത്ത കൂട്ടത്തിൽ പറഞ്ഞോ പോലീസ് ഈ വിവരങ്ങളല്ല? മൊഴി പറഞ്ഞതാണ്. അപ്പോൾ ഈ സഹോദരിക്കും ഇതിൽ അവൻ്റെ ഒരു സഹോദരി, ആ സഹോദരി ഇവിടെ ഉണ്ടോ? ഏതാണ്? ഭർത്ത ഷിജിലിൻ്റെ സഹോദരി ഈ വീട്ടിലുണ്ടോ? വാടക വീട്ടിൽ? ഇല്ല, വാടക വീട്ടിൽ ഷിജിലും അമ്മയും അച്ഛനും മാത്രം. പക്ഷെ ഈ പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ, ഈ ഭാര്യയെ ഉപദ്രവിക്കാൻ
ഉള്ള പ്രേരണാ കുറ്റത്തിലേക്ക് ഈ കുടുംബം ഒന്നാകെ വരുന്നത് പോലെയാണ് മനസ്സിലാവുന്നത്. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. കാരണം നിങ്ങളുടെ ഡൗട്ടാണല്ലോ ഇപ്പോൾ കേസ് തെളിയിക്കാൻ കാരണം. ഈ പെൺവീട്ടുകാരുടെ ഡൗട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ബിസ്ക്കറ്റ് കഴിച്ചു, മുന്തിരിയോ ബിസ്ക്കറ്റോ എന്തോ കഴിച്ചു, അതൊന്നുമല്ല മരണ കാരണം. അങ്ങനെയാണല്ലോ ഹോസ്പിറ്റലിൽ പറഞ്ഞ് തിരികെ കൊണ്ടുവരാൻ നോക്കിയത്. പോസ്റ്റ്മോർട്ടത്തിലേക്ക് പിന്നെ പോകാനും ഇതൊരു വലിയ ഇഷ്യൂ ആകാനും നമ്മളെപ്പോലുള്ള മാധ്യമങ്ങൾ അറിയാനും ഇടയായത് നിങ്ങളുടെ സംശയമാണ്. പ്രത്യേകിച്ച് ആ പെൺകുട്ടി പറഞ്ഞ ആദ്യത്തെ സംശയം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഇതും എല്ലാം ഇവരെ എല്ലാ അടിസ്ഥാനത്തിൽ കുഞ്ഞിൻ്റെ അടിവയറ്റിൽ അടി കിട്ടിയിട്ടുണ്ടെന്നും അത് കാരണം വഴി ആന്തരിക അവയവങ്ങളിൽ രക്തസ്രാവം ഉണ്ടാവുകയും അതുവഴിയാണ് മരണം നടന്നതെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും എല്ലാം വ്യക്തമാണ്. ഒന്നുകൂടെ ഞാൻ ചോദിക്കട്ടെ, കഴുത്തിൽ മുറിവുണ്ടായിരുന്നു കുഞ്ഞിൻ്റെ, 6ഓളം ക്ഷതങ്ങളാണ് കുഞ്ഞിൻ്റെ ബോഡിയിൽ പോസ്റ്റ്മോർട്ടം നമ്മൾ അറിവായിട്ടുള്ളത്. ഇങ്ങനെ കഴുത്തിൽ മുറിവുണ്ടായിരുന്നു, കഴുത്തിൻ്റെ ചെവിയുടെ താഴെയും കവിളിൻ്റെ താഴെയും ഉണ്ടായിരുന്നു. അതും പഴക്കമുള്ളതായിരുന്നു. പിന്നെ ശരീരത്തിൽ അങ്ങേങ്ങാട്ട് മുറിവുണ്ടായിരുന്നു. അപ്പം ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ലക്ഷ്യം വെച്ച് കഴിഞ്ഞ 3-4 ആഴ്ചകൾ അവസരം കാത്തിരുന്ന് ചെയ്യും പോലെയാണ് ഇത് വന്നിരിക്കുന്നത്. എന്നിട്ട് അവസാനം ഇതിനൊരു വരുത്താൻ വേണ്ടിയിട്ട് ബിസ്ക്കറ്റ് കൊണ്ട് കൊടുത്തിട്ടാണെന്നോ തൊണ്ടയിൽ കുടുങ്ങിയിട്ടാണെന്നോ ഒക്കെ ഉള്ള രീതിയിൽ കാര്യങ്ങൾ ക്ലോസ് ചെയ്യാൻ നോക്കിയതാണ്. അപ്പം ഇതിലെന്തെങ്കിലും സൂചന, അതാണ് ഞാൻ ഇനി ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. എന്തെങ്കിലും ഈ കുഞ്ഞിനെ യവൻ ജീവാപായപ്പെടുത്തും എന്നുള്ള സൂചന ഈ ഷിജിലിൻ്റെ ഭാര്യയുടെ പേരെന്തുവാ? കൃഷ്ണപ്രിയ അറിഞ്ഞിരുന്നോ? എന്തെങ്കിലും ഒരു സൂചന നിങ്ങൾ ഇവിടെ വിളിച്ച് പറയും, യവൻ ഇങ്ങനെ ശല്യമാണ്, യവൻ ദ്രോഹിക്കും, ഒരു സൂചന ഒരു സൂചനയെങ്കിലും അവൾക്ക് കിട്ടിയിരുന്നെങ്കിൽ അവൾ കുഞ്ഞിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. അപ്പം അങ്ങനെ ഒരു ഭീഷണി മുഴക്കാതെയാണ് ചെയ്തത്, സൈലന്റ്. അവളെ അറിഞ്ഞിട്ടില്ല, കൃഷ്ണപ്രിയ എന്ന ആളെ അറിഞ്ഞിട്ടില്ല. അത് എൻ്റെ വൈഫിൻ്റെ സഹോദരൻ. കൃഷ്ണപ്രിയ അറിഞ്ഞിട്ടില്ല. കൃഷ്ണപ്രിയ അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു സൂചനെങ്കിലും, ചെറിയൊരു സൂചനെങ്കിലും കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ അവളെ കുഞ്ഞിനെ പ്രൊട്ടക്ട് ചെയ്യായിരുന്നു, ഉറപ്പായിട്ടും പ്രൊട്ടക്ട് ചെയ്യുമായിരുന്നു. ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്യപ്പെട്ടതും കൃഷ്ണപ്രിയ തന്നെയാണ്. പോലീസ് ആദ്യം വിളിച്ചുകൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കൂടുതൽ ചോദ്യം ചെയ്തതും കൃഷ്ണപ്രിയ ആയിരുന്നു തുടക്കത്തിൽ. അപ്പോഴും ഈ പറയുന്നത് പോലെ ഇവൻ സേഫായി കളിക്കുകയായിരുന്നു, ഇവൻ സേഫായി നിൽക്കുകയായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഒന്നും അറിയാത്ത പോലെ രക്ഷകൻ്റെ ഭാവത്തിലാണ് അവൻ ഉണ്ടായിരുന്നത്. അപ്പം ഈ ഒളിപ്പിച്ച് വെച്ച മറ്റൊരു, ശരിക്കും മുഖം മൂടി വെച്ച് ഒരു ജീവിതമായിരുന്നു മൊത്തത്തിൽ ഷിജിൽ നടത്തിയത് എന്ന് വേണം പറയാൻ. ഒരുപക്ഷെ ഈ നിമിഷം വരെ ഇനിയും എന്തൊക്കെയോ നിഗൂഢതകൾ അവൻ ഇനി പറയേണ്ടതായിട്ടുണ്ട്. അപ്പം അതിൻ്റെ തുടരന്വേഷണങ്ങൾ ഇന്നിപ്പം ഷിജിലിനെ റിമാൻഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അവർ ഇത് റിക്വസ്റ്റ് ചെയ്യും കോടതിയിൽ. എന്നിട്ട് തെളിവെടുപ്പിന് ഇവിടേക്ക് കൊണ്ടുവരികയും ചെയ്യും. ഈ തെളിവെടുപ്പിനിടയിൽ ഇനി പറയുന്ന കാര്യങ്ങൾ, ഒരുപക്ഷെ ഇതുവരെ പറഞ്ഞ മൊഴിയും ഇനി തെളിവെടുപ്പിന് ഇവിടെ കൊണ്ടുവരുമ്പോൾ അവൻ പറയാൻ പോകുന്ന കാര്യങ്ങളും എല്ലാം കൂടെ കൂട്ടി വായിച്ചിട്ട് വേണം അവൻ്റെ ഈ കുഞ്ഞിനെ ഇങ്ങനെ ദ്രോഹിച്ച് അവൻ്റെ ജീവൻ അപായപ്പെടുത്താൻ വേണ്ടിയിട്ട് അവൻ പദ്ധതിയിടാനുണ്ടായ കാരണം എന്തെന്ന് വ്യക്തമാകും. ഇപ്പോൾ കുടുംബാംഗങ്ങൾക്ക് അത് അറിയില്ല. കുടുംബാംഗങ്ങളെ സംബന്ധിച്ച് അവർക്ക് അങ്ങനെ ഒരു ധാരണയില്ല. ഈ കുഞ്ഞിനോടുള്ള അവൻ്റെ പകയുടെ വ്യക്തമായ അടിസ്ഥാനം കിട്ടിയിട്ടില്ല. അതിലിപ്പം ചെറിയ സൂചന, വേറെ ധാരാളം ചാറ്റും ഇൻസ്റ്റയിൽ ആൾക്കാരുമായിട്ട്, വീട്ടമ്മമാരോട് അല്ലെന്നുണ്ടെങ്കിൽ അവിവാഹിതകളോട് ഒക്കെ അവൻ ചാറ്റ് നടത്തിയിരിക്കുന്നു എന്നുള്ള കാര്യം മാത്രമാണ്. പക്ഷേ എന്തുകൊണ്ട് കുഞ്ഞിനെ സെലക്ട് ചെയ്തു? അപ്പം നമ്മുടെ ഇന്നത്തെ വാർത്തകളിൽ വന്നതെന്ന് വെച്ചാൽ കുഞ്ഞിൻ്റെ കരച്ചിൽ ഇവന് അസ്വസ്ഥതയായിരുന്നു അത്രേ. കുഞ്ഞ് കരഞ്ഞൂടാ, കുഞ്ഞെന്തെങ്കിലും അടുത്ത് ചെന്നൂടാ, ഇതൊക്കെ അവൻ അസ്വസ്ഥതയായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടാവുമോ സ്വന്തം കുഞ്ഞ് അസ്വസ്ഥമാവുക? എന്നിട്ട് പിന്നെ വേറൊരു വാർത്ത, അത് സത്യം എന്താണെന്ന് അറിയത്തില്ല, അവന് തിരിച്ച് സംശയരോഗം. ഇന്ന് വന്നൊരു വാർത്തയാണ്, അവന് ഡൗട്ട് തിരിച്ച്, അതുകൊണ്ടാണ് അത്രേ അവന് പകയായത്. അങ്ങനെ അപ്പോൾ ഈ കുട്ടിയുടെ ദേഹത്ത് മുറിവോ ക്ഷതമോ എന്തെങ്കിലും ഉള്ളതായിട്ട് പറഞ്ഞുണ്ടോ? അമ്മ എങ്ങാനും കണ്ടോ എന്തെങ്കിലും കഴുത്തിലെങ്ങാനും മുറിവോ? അതായത് ഇവ എടുക്കാൻ വരുന്ന സമയത്ത് കുഞ്ഞിൻ്റെ അമ്മയുടെ അടുത്ത് മാറിപ്പോകാനൊക്കെയാണ് പറഞ്ഞത്. ഓരോ ജോലികൾ ഏൽപ്പിക്കും. അതായത് ഈ ജോലി പോയി ചെയ്യും, ആ ജോലി പോയി ചെയ്യും. അപ്പോൾ അതായത് കുഞ്ഞ് ഇവൻ്റെ മാത്രം കയ്യിൽ കിട്ടണം, കയ്യിൽ മാത്രം ഇരിക്കണം. അപ്പോൾ കുഞ്ഞിൻ്റെ അമ്മ ഇത് കാണൂല. ബൈക്കിലൊക്കെ ഇരുത്തിക്കുന്ന പടങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇവൻ കൊണ്ട് നടക്കുന്ന പടമൊക്കെ ഉണ്ട്. വണ്ടി ഓവർ സ്പീഡിൽ പോണതുകൊണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും ഇതിനെ അവസാനിപ്പിക്കാൻ വേണ്ടി അവൻ ശ്രമിച്ചു. ഉറപ്പായിട്ട്.
അവർ ദ്രോഹത്തിൻ്റെ പിന്നിൽ എന്തെന്ന് അന്വേഷിക്കട്ടെ, കണ്ടെത്തട്ടെ. കാരണം ഞാൻ ഒരുപാട് നേരം ഇവരോട് സംസാരിക്കുന്നില്ല, ഇവരൊക്കെ തളർന്നിട്ടാണ്. അപ്പോൾ ഞാനിത് വൈൻഡപ്പ് ചെയ്യുകയാണ്. മാധ്യമങ്ങളിലൂടെ പലതും നാം അറിഞ്ഞു. ഷിജിൽ കൊടുത്ത മൊഴി ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൽ പ്രധാനമായും ഷിജിലിൻ്റെ ഉറക്കം കെടുത്തിയ കുഞ്ഞിനെ ഷിജിൽ വകവരുത്തി എന്ന രീതിയിലൊക്കെയാണ്. പക്ഷേ നമ്മൾ സംസാരിച്ചതിൽ നിന്നും മനസ്സിലാക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും നിലനിന്ന പൊരുത്തക്കേടുകൾ കുടുംബങ്ങൾ തമ്മിലുണ്ടായിരുന്നു. ഷിജിലിൻ്റെ അച്ഛനും അമ്മയും സഹോദരിയും, ഇവിടെ ഷിജിലിൻ്റെ ഭാര്യയുടെ കുടുംബവും. ഈ പെൺകുട്ടിയെയും ആൺകുട്ടിയെയും തമ്മിൽ വിവാഹിതരാക്കി ഒരു കുടുംബത്തിലേക്ക് നയിക്കുമ്പോഴും ആ കുടുംബത്തിൻ്റെ കാരണഭൂതരായിട്ടുള്ള രണ്ട് കുടുംബങ്ങളുടെ തായ് സമൂഹങ്ങൾ തമ്മിലുള്ള പൊരുത്തക്കേടുകൾ വലിയ വലിയ ശത്രുതകളിലേക്ക് പോകുന്നതിൻ്റെ ദുരന്തങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തിരുവനന്തപുരത്ത് നിന്നും നമ്മൾ കേട്ടത്. 200 പവനിട്ടയച്ച ഒരു പെൺകുട്ടിയും അമ്മയും സയനൈഡ് കഴിച്ച വിവരവും മറ്റുമൊക്കെ നമ്മുടെ ചാനലിൽ തന്നെ വാർത്തയായിട്ടുണ്ട്. മാത്രവുമല്ല, ഈ ഒരു വാർത്ത വന്നപ്പോൾ തന്നെ നമ്മൾ ഷിജിലിൻ്റെ അച്ഛനെ ഇൻ്റർവ്യൂ ചെയ്തതാണ്. ആ വീട്ടിലേക്ക് നമ്മൾ പോയതാണ്. ആ നാട്ടുകാരിൽ നിന്ന് ചിലതെല്ലാം നമ്മൾ കേട്ടതാണ്. അന്ന് തന്നെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ആ സംശയം പ്രകടിപ്പിക്കുകയും ചെയ്തു. ബിസ്ക്കറ്റ് കഴിച്ച് കുഴഞ്ഞു വീണ കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങുമ്പോൾ അവിടെയുള്ള അച്ചാമ്മ വിട്ടുകൊടുത്തില്ല എന്ന് നമ്മളോട് ആ വീഡിയോയിൽ ഏതാനും അവരുടെ അയൽക്കാരായിട്ടുള്ള ആൾക്കാർ പറഞ്ഞതും ഒക്കെ നമ്മൾ കണ്ടതാണ്, ശ്രദ്ധിച്ചതാണ്. പക്ഷേ ഇന്ന് നമ്മൾ കേട്ട വാർത്തകളിലൊക്കെ പൂർണ്ണമായ ശരിയുണ്ടോ എന്നതിനെക്കുറിച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സാഫ്രോണിന് വിശ്വാസ്യത പോരാ, ധാരണയില്ല. വേറെയും പല പല കാര്യങ്ങൾ ഈ കൊലപാതകത്തിലേക്കും അല്ലെങ്കിൽ പ്രകോപനത്തിലേക്കും വാശിയിലേക്കും വൈരാഗ്യത്തിലേക്കും ഒക്കെ നയിച്ചു എന്ന് വേണം കാണാൻ. അതിൽ ആ കുട്ടി എന്തു പിഴച്ചു എന്ന് ചോദിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ഹൃദയം തേങ്ങുന്നത്. വെറും 1.5 വയസ്സ് മാത്രമായ കുഞ്ഞിനോട് എന്തിനാണ് കുടുംബ വഴക്കുകളുടെ പ്രതികാരം ആ നരാധമൻ ചെയ്തത് എന്ന് മാത്രമേ നമുക്ക് ചോദിക്കാനുള്ളൂ. എന്തായാലും സൗഹൃദമായി പോകേണ്ട കുടുംബാന്തരീക്ഷങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വൻ ശത്രുതയാണ് പല പല കോലാഹലങ്ങളിലേക്കും ദുരന്തങ്ങളിലേക്കും നയിക്കുന്നത് എന്ന് കാണാം. കൂടുമ്പോൾ ഇമ്പമുള്ളതായി മാറേണ്ട കുടുംബ ബന്ധങ്ങൾ കൂടുമ്പോൾ നരകങ്ങളായി മാറുന്ന കാഴ്ചയാണ് ഒന്നിടവിട്ട കേസിലെങ്കിലും നാം അറിയുന്നത്. വാർത്തയായിട്ട് അറിഞ്ഞതും വാർത്തയായിട്ട് അറിയാതെയുമുള്ള എത്രയെത്ര കേസുകൾ നമുക്ക് ചുറ്റും ഉണ്ട്. ഇതുപോലുള്ള അനുഭവങ്ങൾ വരുന്നവർക്ക് അതിൻ്റെ വേദന അസഹ്യമാണ്. സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. ഈ ജീവിതത്തിലെ ചില നേരം പോക്കുകൾ തളർത്തിയേക്കാം, തകർത്തേക്കാം. പ്രിയപ്പെട്ട കുഞ്ഞെ, മാപ്പ്.